ലൈലത്തുൽ ഖദർ, പുണ്യങ്ങളുടെ പൂക്കാലം. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് വർഷത്തിലെ ഏറ്റവും പവിത്രമായ രാവാണ് ലൈലത്തുൽ ഖദർ. വിധിനിർണയത്തിന്റെ രാത്രി അല്ലെങ്കിൽ മഹത്വത്തിന്റെ രാത്രി എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ടെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഈ രാത്രിയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നത് ഓരോ വിശ്വാസിക്കും അത്യന്താപേക്ഷിതമാണ്. 1. ലൈലത്തുൽ ഖദർ എന്നാൽ എന്ത്? ലൈലത്ത് എന്നാൽ രാത്രി എന്നും ഖദർ എന്നാൽ വിധി, ബഹുമാനം, ഇടുങ്ങിയത് എന്നൊക്കെ അർത്ഥമുണ്ട്. വിധി: വരാനിരിക്കുന്ന ഒരു വർഷത്തെ മനുഷ്യരുടെ ആയുസ്, ആരോഗ്യം, സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങൾ അല്ലാഹു മലക്കുകളെ ഏൽപ്പിക്കുന്നത് ഈ രാത്രിയിലാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ബഹുമാനം: ഈ രാത്രിക്ക് അല്ലാഹു നൽകിയ വലിയ സ്ഥാനത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഇടുങ്ങിയത്: ഈ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങിവരുന്ന മലക്കുകളുടെ ആധിക്യം കാരണം ഭൂമി ഇടുങ്ങിയതാകുന്നു എന്ന അർത്ഥത്തിലും ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. 2. ഖുർആനിലെ പരാമർശം. സൂറത്തുൽ ഖദർ. ഈ രാത്രിയുടെ മഹത്വം വിവരിക്കാൻ അല്ലാഹു ഖുർആനിൽ ഒരു പ്രത്യേക അധ്യായം തന്നെ അവതരിപ്പിച്ചു. തീർച്ചയായും നാം ഖുർആനിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്കറിയാം? ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. മലക്കുകളും റൂഹും ജിബ്രീൽ അവരുടെ രക്ഷിതാവിന്റെ ഉത്തരവനുസരിച്ച് എല്ലാ കാര്യങ്ങൾക്കുമായി ആ രാത്രിയിൽ ഇറങ്ങിവരുന്നു. പ്രഭാതം ഉദിക്കുന്നതുവരെ അത് സമാധാനമാകുന്നു. ഖുർആൻ അനുപാതം 97:1-5. ഈ അധ്യായത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കുന്നത് 83 വർഷവും 4 മാസവും 1000 മാസം തുടർച്ചയായി ആരാധന നടത്തുന്നതിനേക്കാൾ പ്രതിഫലം ഈ ഒറ്റ രാത്രിയിലെ ആരാധനയിലൂടെ ലഭിക്കുമെന്നാണ്. 3. എന്തുകൊണ്ട് 27-ാം രാവ് ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തീയതി പ്രവാചകൻ ഫൂഖു പറഞ്ഞു തന്നിട്ടില്ല. റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ 21, 23, 25, 27, 29 ഇതിനെ പ്രതീക്ഷിക്കാൻ പ്രവാചകൻ നിർദ്ദേശിച്ചു. എങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാരും സ്വഹാബികളും 27-ാം രാവിനാണ് കൂടുതൽ മുൻഗണന നൽകുന്നത്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇബ്നു ഉമർ പറയുന്നു: ആരെങ്കിലും ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവൻ അത് 27-ാം രാവിൽ അന്വേഷിക്കട്ടെ. ഉബയ്യ് ഇബ്നു കഅബ് സത്യം ചെയ്തു പറയുമായിരുന്നു അത് 27-ാം രാവാണെന്ന്. എങ്കിലും അവസാന 10 എല്ലാ ഒറ്റയിട്ട രാവുകളും ഒരുപോലെ പ്രധാനമാണ്. 4. ചരിത്രപരമായ പ്രാധാന്യം. മാനവരാശിയുടെ വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1-ാം വാനിലേക്ക് ഇറക്കപ്പെട്ടത് ഈ രാത്രിയിലാണ്. അവിടെ നിന്നാണ് 23 വർഷം കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ഖുർആൻ പൂർണ്ണമായി ലഭിച്ചത്. മനുഷ്യന്റെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള മാറ്റം തുടങ്ങിയത് ഈ രാത്രിയിലാണ്. 5. ഈ രാത്രിയുടെ പ്രത്യേകതകൾ. മലക്കുകളുടെ സാന്നിധ്യം. മലക്കുകളുടെ നേതാവായ ജിബ്രീൽ ലക്ഷക്കണക്കിന് മലക്കുകളോടൊപ്പം ഭൂമിയിലേക്ക് ഇറങ്ങിവരുന്നു. വിശ്വാസികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. പാപമോചനം. ആരെങ്കിലും വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി ഈ രാത്രിയിൽ പ്രാർത്ഥിച്ചാൽ അവന്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. സമാധാനം. പ്രഭാതം വരെ ലോകത്ത് സമാധാനം വർഷിക്കുന്ന സമയമാണിത്. അല്ലാഹുവിന്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന സമയം. 6. എങ്ങനെ ഈ രാത്രി ഉപയോഗപ്പെടുത്തണം? ഈ രാത്രി കേവലം ഉറക്കമൊഴിച്ചിരിക്കാനുള്ളതല്ല, മറിച്ച് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരമാണ്. താഴെ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. 1. നിസ്കാരം. നിർബന്ധ നിസ്കാരങ്ങൾക്ക് പുറമെ തറാവീഹ്, തഹജ്ജുദ്, വിത്ർ, തൗബയുടെ നിസ്കാരം എന്നിവ അധികരിപ്പിക്കുക. 2. പ്രാർത്ഥന, ദുആ. ആയിഷ ബീവി ചോദിച്ചു: പ്രവാചകരെ, ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ പ്രവാചകൻ ഈ പ്രാർത്ഥന പഠിപ്പിച്ചു: അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണമേ. 3. ഖുർആൻ പാരായണം. ഖുർആൻ അവതരിച്ച രാത്രിയായതിനാൽ ഖുർആൻ ഓതുന്നതിനും അതിന്റെ അർത്ഥം ചിന്തിക്കുന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. 4. ദിക്റുകൾ. അല്ലാഹുവിനെ സ്മരിക്കുന്ന വചനങ്ങൾ അധികരിപ്പിക്കുക. 5. ഇഅ്തികാഫ്. പള്ളിയിൽ ഭജനമിരിക്കുന്നത് ഈ രാവിനെ കണ്ടെത്താൻ ഏറ്റവും നല്ല മാർഗമാണ്. 7. ലൈലത്തുൽ ഖദറിന്റെ ലക്ഷണങ്ങൾ. ചില പ്രത്യേക അടയാളങ്ങൾ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ആ രാത്രി അമിതമായി ചൂടോ തണുപ്പോ ഇല്ലാത്ത മിതമായ കാലാവസ്ഥയായിരിക്കും. ആകാശത്ത് വലിയ പ്രകാശമുണ്ടായിരിക്കും. പിറ്റേന്ന് സൂര്യനുദിക്കുമ്പോൾ അധികം പ്രകാശമില്ലാത്ത വെളുത്ത നിറത്തിലുള്ള ഒരു തളിക പോലെയായിരിക്കും കാണപ്പെടുക. ഉപസംഹാരം. 3000 വാക്കുകളിൽ അധികം വിവരിക്കാൻ കഴിയുന്നത്ര വിശാലമായ ഒരു വിഷയമാണിത്. ചുരുക്കത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ ചെയ്യുന്ന ആരാധനയേക്കാൾ മൂല്യമുള്ള ഈ രാത്രിയെ നഷ്ടപ്പെടുത്തുന്നത് വലിയ നഷ്ടമാണ്. റമളാനിലെ അവസാന 10 എല്ലാ രാത്രികളും, പ്രത്യേകിച്ച് 27-ാം രാവും നാം പ്രാർത്ഥനകളിൽ മുഴുകണം. അല്ലാഹു നമ്മുടെ ആരാധനകൾ സ്വീകരിക്കട്ടെ.